ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്യാം. ഓട്ടോഡെസ്ക് റെവിറ്റ് ആർക്കിടെക്ചറിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു വോക്ക് ത്രൂ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. സോ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് പോയാൽ ഞാനൊരു റെവിറ്റ് സാമ്പിൾ ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്താണ് നമ്മൾ വോക്ക് ത്രൂ കൊടുക്കുന്നത്. ഈ വോക്ക് ത്രൂ എന്ന് പറയുന്നത് തന്നെ ഒരു കീ ഫ്രെയിംസിൻ്റെയും അതുപോലെ തന്നെ പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു സമ്മിശ്രമാണ്. നമ്മൾ ജസ്റ്റ് പോയിൻ്റ് കൊടുത്തിട്ട് ആ ക്യാമറ അവിടെ പ്ലേസ് ചെയ്യുക, അത്രേ ഉള്ളൂ കാര്യം. ഇതിനെക്കാട്ടി അതായത് നമ്മളിപ്പം റെവിറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഒരു HDR എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ റിയലിസ്റ്റിക് എഫക്റ്റ് വരുന്നത് എൻസ്കേപ്പ് അതുപോലെ തന്നെ ലൂമിയോൺ ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിരിക്കും. സോ നമുക്കതിനെക്കുറിച്ചൊക്കെ പറയാൻ വരുന്ന ക്ലാസ്സുകൾ ആവശ്യം പോലെ സമയമുണ്ട്. നമുക്ക് എൻസ്കേപ്പും ലൂമിയോണൊക്കെ പഠിക്കാം. എനിവേ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. റെവിറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു വോക്ക് ത്രൂ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് റെവിറ്റിൻ്റെ വോക്ക് ത്രൂ ടൂൾ ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട്, അതായത് നമ്മുടെ 3D വ്യൂ അവിടെ ആരോ ക്ലിക്ക് ചെയ്തിട്ട് വോക്ക് ത്രൂ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ കോമൺലി നമ്മുടെ വ്യൂവിൽ വന്നിട്ട് 3D വ്യൂവിൻ്റെ ആരോ ക്ലിക്ക് ചെയ്തിട്ട് വോക്ക് ത്രൂ സെലക്ട് ചെയ്യാം. വോക്ക് ത്രൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻ വരും. അതെന്ന് പറയുമ്പോൾ ഈ മോഡിഫൈ പാനൽ എന്ന് പറയുമ്പോൾ പെർസ്പെക്റ്റീവാണ്. ഇതെന്ന് പറയുമ്പം ഒരു പെർസ്പെക്റ്റീവ് വ്യൂവിന് വേണ്ടിയാണ് അത് സെലക്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അത് അൺടിക്ക് ചെയ്യാം, എന്നിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് സ്കെയിൽ ചൂസ് ചെയ്യാം. സോ ഞാൻ പെർസ്പെക്റ്റീവ് തന്നെ സെലക്ട് ചെയ്യാണ്. നെക്സ്റ്റ് എന്ന് പറയുമ്പം ഈ ലെവലാണ്. അതായത് നിങ്ങൾക്ക് ഏത് ലെവലിലാണോ നിങ്ങളുടെ ക്യാമറ പ്ലേസ് ചെയ്യേണ്ടത് ആ ലെവലാണ് ഈ ചോദിച്ചിരിക്കുന്നത്. സോ ഞാൻ ലെവൽ 1 ചൂസ് ചെയ്തു, അല്ലെങ്കിൽ ലെവൽ 2 ചൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ലെവൽ 1 ചൂസ് ചെയ്തു. നെക്സ്റ്റ് ഓഫ്സെറ്റാണ്. ഈ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നോർമൽ പേഴ്സൻ്റെ ഐ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് റെവിറ്റിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിൻ്റാണ്, അല്ലെങ്കിൽ ഓഫ്സെറ്റ് വാല്യൂ ആണ് 175. അതായത് നമ്മുടെ ക്യാമറ പ്ലേസ് ചെയ്യുന്നത് ലെവൽ 1ൽ നിന്ന് 175 സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 175 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ലെവലാണ്. അതായത് ഒരു ആവറേജ് പേഴ്സൻ്റെ ഒരു ഐ ലെവൽ എന്ന് പറയുമ്പോൾ 175 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നീളം കുറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നീളം കുറച്ച്, അതായത് ഒരു 165 150 ഒക്കെ കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പം ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വ്യൂ ഓപ്പൺ ചെയ്യാം. അതായത് നിങ്ങളിപ്പോൾ 3D വ്യൂ ആണെങ്കിൽ 3D, അല്ലെങ്കിൽ ലെവൽ ഏതെങ്കിലും ലെവൽ പ്ലാൻ വ്യൂ ഓപ്പൺ ചെയ്താലും മതി. സോ ഞാൻ ഇപ്പോൾ 3D തന്നെ കൊടുക്കുകയാണ്. എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പോയിന്റ് പ്ലേസ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് എങ്ങനെ കാണാം അല്ലെങ്കിൽ എങ്ങനെ വീഡിയോ വേണം എന്ന് വെച്ച് നിങ്ങൾക്കിപ്പം പോയിന്റ് മാത്രം പ്ലേസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെ എങ്ങനെ കൊടുക്കാൻ നോക്കാം. ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ക്യാമറ അങ്ങോട്ട് വീടിനെ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. സോ അതൊന്നും നമുക്ക് കെയർ ചെയ്യണ്ട, ജസ്റ്റ് പോയിന്റ് പ്ലേസ് ചെയ്യുക. ഞാൻ എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് പ്ലേസ് ചെയ്തു. ദെൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഭയങ്കര ഫ്ലെക്സിബിളാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ നിന്ന് പ്ലേസ് ചെയ്തു, എന്നിട്ട് ഇങ്ങോട്ട് വന്നു. സോ ഞാൻ ഈ രണ്ട് മരത്തിൻ്റെയും ഇടയിൽ കൂടി ഇങ്ങനെ വന്നിട്ട് അകത്തേക്ക് നോക്കുന്ന രീതിയിൽ വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ എസ്കേപ്പ് പ്രസ് ചെയ്യാം, അതല്ലെങ്കിൽ ഫിനിഷ് വാക്ക് ത്രൂ കൊടുക്കാം. ഞാൻ ഫിനിഷ് വാക്ക് ത്രൂ കൊടുത്തു. അപ്പോൾ നമ്മുടെ വാക്ക് ത്രൂ ഫിനിഷ് ആയിട്ടുണ്ട്. സോ നമ്മുടെ വാക്ക് ത്രൂ ഫിനിഷായി, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എഡിറ്റ് വാക്ക് ത്രൂ അത് കൊടുത്തിട്ട് എഡിറ്റ് വാക്ക് ത്രൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വാക്ക് ത്രൂ എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്കിവിടെ ഓരോ കീ പോയിന്റ് കാണാം. 1 2 3 4 5 6 7 അങ്ങനെ 7 പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ പ്രീവിയസ്, അതായത് നിങ്ങൾക്കിപ്പം ഫസ്റ്റ് പോയിന്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ പ്രീവിയസ് കീ ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. തൊട്ട് പുറയിലുള്ള കീ ഫ്രെയിമിലേക്ക് നമ്മുടെ ക്യാമറ വരും. ഓക്കെ, അല്ല മുന്നേക്ക് പോകാനാണെങ്കിൽ നെക്സ്റ്റ് കീ ഫ്രെയിം കൊടുത്താലും മതി. ഓക്കെ, നമുക്ക് ആദ്യം തൊട്ട് 1ൽ നിന്ന് തന്നെ തുടങ്ങാം. സോ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ക്യാമറ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്കതൊന്ന് കാണാം. അതിനുവേണ്ടി റൈറ്റ് സൈഡിൽ വോക്ക് ത്രൂ ഉണ്ട്, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വോക്ക് ത്രൂ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് മാറ്റുകയാണ്. ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് മാറ്റി, എന്നിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് ചെറുതാക്കി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ കൃത്യം, അതായത് നമ്മുടെ ക്യാമറ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെല്ലാം റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചത്. സോ നിങ്ങൾ ഈ ഒരു ടാബിലേക്ക് വരിക, അവിടുന്ന് എഡിറ്റ് വാക്ക് ത്രൂ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് എന്താണോ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് കൺട്രോൾ, ആക്റ്റീവ് ക്യാമറ ഉണ്ട്, പാത്ത് ഉണ്ട്, ആഡ് കീ ഫ്രെയിം ഉണ്ട്, റിമൂവ് കീ ഫ്രെയിം ഉണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഞാനിപ്പോൾ ക്യാമറയാണ് എനിക്ക് സെറ്റ് ചെയ്യേണ്ടത്. ക്യാമറ എനിക്ക് വീടിന് നോക്കി നിൽക്കണം. അപ്പോൾ ഞാൻ ആക്റ്റീവ് ക്യാമറ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു റെഡ് ഡോട്ട്. സോ അത് ക്ലിക്ക് ചെയ്തിട്ട് എങ്ങോട്ടാണോ നിങ്ങളുടെ ക്യാമറ വേണ്ടത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചു. ഒന്ന് റൈറ്റ് സൈഡിൽ കാണാം നമ്മുടെ ക്യാമറ ചേഞ്ച് ആവുന്നത്. വീടിന്
നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്യാമറ ഞാൻ അങ്ങോട്ട് വെച്ചപ്പം നമ്മുടെ എന്താ അതേസമയം റൈറ്റ് സൈഡിൽ നമ്മുടെ വോക്ക് ത്രൂവിൻ്റെ ആ വീഡിയോ ഓപ്പൺ ആയിട്ടുണ്ട്. സോ നമ്മുടെ എന്താ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾക്കിപ്പം ഇത് കുറച്ച് ഇതായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ റൈറ്റ് സൈഡിൽ ക്രോപ്പ് റീജിയൻ അൺടിക്ക് ചെയ്താൽ ക്രോപ്പ് റീജിയൻ അല്ല, ഫെയർ ക്ലിപ്പ് ആക്റ്റീവ് ജസ്റ്റ് അൺടിക്ക് ചെയ്തു. അത് കുറച്ചുകൂടെ ഒരു ഇതായിട്ട്, അതായത് എന്താ വൈഡായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് നോക്കാം. ഓക്കെ, അൺടിക്ക് ചെയ്തു. ഞാൻ ഇത് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഓക്കെ, ഇത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ യെസ് കൊടുത്തു, എഡിറ്റ് വോക്ക് ത്രൂ. നെക്സ്റ്റ് കീ ഫ്രെയിമിലേക്ക് വന്നു. അതും ക്യാമറ ചേഞ്ച് ചെയ്യാണ്, അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നെക്സ്റ്റ് കീ ഫ്രെയിമിലേക്ക് വന്നു. അത് ഞാൻ ചേഞ്ച് ചെയ്യാണ്. അങ്ങനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് പോവുക. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ആക്റ്റീവ് ക്യാമറയാണ് ചേഞ്ച് ചെയ്തത്. ഇനി നിങ്ങൾക്കല്ല പാത്താണ് ചേഞ്ച് ചെയ്തത്. നിങ്ങൾക്കിപ്പോൾ റൈറ്റ് സൈഡിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ നമ്മുടെ ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്ന ഹൈറ്റാണ് ഈ വന്നിരിക്കുന്നത്. സോ ഇത് കുറച്ചുകൂടെ താഴേക്ക് വേണം എന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ക്യാമറ സെലക്ട് ചെയ്യുക, പാത്ത് സെലക്ട് ചെയ്യുക. പാത്ത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ റെഡ് പോയിന്റ് മാറിയിട്ട് ഒരു ബ്ലൂ പോയിന്റ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് താഴേക്കാക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് പാത്തും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ പാത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കുന്നതിന് ഞാൻ ഇത് ക്ലോസ് ചെയ്യാണ്. ഞാൻ വോക്ക് ത്രൂ ഓപ്പൺ ചെയ്തു. ഓക്കെ, കുറച്ച് വലുതാക്കി. ദെൻ എഡിറ്റ് വോക്ക് ത്രൂ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് വരികയാണ്. എന്നിട്ട് പ്ലേ കൊടുത്തു. പ്ലേ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാം ഞാൻ കൊടുത്ത രീതിയിൽ ഇപ്പോൾ വരുന്നുണ്ട്. കുറച്ച് സ്ലോ ആണ്, കാരണം ഫ്രെയിം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് 300 ഫ്രെയിമാണ്. അതനുസരിച്ച് ഇപ്പോൾ വരുന്നുള്ളൂ. നമുക്കിത് സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നമുക്കിപ്പോൾ കാണാം. അതിനു മുമ്പ് നമുക്കിത് നോക്കാം. നമ്മൾ ആ കൊടുത്ത ഹൈറ്റിനനുസരിച്ച്, അതുപോലെ തന്നെ ഞാനിപ്പം ഷെയ്ഡഡ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ റെൻഡർ ചെയ്തിട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഷെയ്ഡഡ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ കൊടുത്ത രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ അതായത് ഇപ്പോൾ ഒരു ചെറിയ സ്ലോ ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ 300 ക്ലിക്ക് ചെയ്യുക. അപ്പം ടോട്ടൽ ഫ്രെയിം 300 ആണ്. യൂണിഫോം സ്പീഡാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രെയിം പെർ സെക്കൻഡ് 15 ആണ്. ഞാനൊരു ഫ്രെയിം പെർ സെക്കൻഡ് 30 കൊടുത്തു. എന്നിട്ട് അപ്ലൈ കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ സ്പീഡായില്ലേ? കുറച്ചുകൂടെ സ്പീഡായിട്ടുണ്ട്. നമുക്ക് എസ്കേപ്പ് പ്രസ് ചെയ്യുക. വീണ്ടും നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പല ഫ്രെയിമിൻ്റെ, അതായത് നമുക്കിപ്പം പല ഫ്രെയിം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം ഇവിടെ 1 2 3 4 5 6 7 ഫ്രെയിമുണ്ട്. ഓക്കെ, ഞാൻ വാക്ക് ത്രൂവിലേക്ക് വരുമ്പം 300 ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇവിടെ കാണാം 7 ഫ്രെയിം കാണാം. ഓക്കെ, കീ ഫ്രെയിം കാണാം. നിങ്ങൾക്ക് അതിനെല്ലാം പ്രത്യേക സ്പീഡ് കൊടുക്കാൻ പറ്റും. സോ അതെങ്ങനെയാണ് നോക്കാം. ഞാൻ ഇവിടെ
അൺടിക്ക് ചെയ്താൽ അതിപ്പോൾ യൂണിഫോം സ്പീഡാണ് കൊടുത്തിരിക്കുന്നത്, എല്ലാവർക്കും ഒരു സ്പീഡ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അൺടിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പലർക്കും പല സ്പീഡ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ ടോട്ടൽ ഫ്രെയിം ഒരു 200 കൊടുത്തു. ദെൻ ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ സ്പീഡായില്ലേ? നേരത്തെ 300 കൊടുത്തതിനെക്കാട്ടി കുറച്ചുകൂടെ സ്പീഡായിട്ടുണ്ട് 200 കൊടുത്തപ്പം. ഞാൻ നെക്സ്റ്റ് എസ്കേപ്പ് പ്രസ് ചെയ്തു. ദെൻ ഇവിടുന്ന് ഞാൻ നമ്മുടെ സൺ പാത്ത് ഓൺ കൊടുക്കുകയാണ്. പ്ലേ കൊടുത്തു നോക്കാം. കുറച്ചുകൂടെ സ്പീഡായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വാക്ക് ത്രൂ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അതായത് സിമ്പിളായിട്ട് എങ്ങനെ ഒരു വാക്ക് ത്രൂ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഈ സ്റ്റെയർ കേസിലുള്ള ഇവിടെ സ്റ്റെയർ കേസ് ഉണ്ട്. അപ്പം ഇതിലൂടെയുള്ള ഒരു വാക്ക് ത്രൂ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ലെവൽ പോവുക. അതായത് ലെവൽ കയറുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പം ഇവിടുന്ന് വാക്ക് ത്രൂ സെലക്ട് ചെയ്യുക. എന്നിട്ട് എവിടെ നിന്നാണ് ഇപ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ് ഞാൻ കൊടുക്കുന്നത്, നിങ്ങൾ ആ ഒരു ഇതിൽ കൊടുക്കുക, അല്ലെങ്കിൽ മുകളിൽ താഴേക്ക്, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ കൊടുത്തു. എന്നിട്ട് വാക്ക് ത്രൂ ഫിനിഷ് ചെയ്തു. 3Dയിൽ വന്നു. ഞാൻ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ഇതെടുക്കുകയാണ്, വ്യൂ എടുക്കുകയാണ്. എന്നിട്ട് എഡിറ്റ് വാക്ക് ത്രൂ സെലക്ട് ചെയ്തു. അവിടുന്ന് പാത്ത് സെലക്ട് ചെയ്തു. നമ്മുടെ ഈ പോയിന്റ് ഇല്ലേ, പോയിന്റ് ഞാൻ കുറച്ച് താഴേക്ക് കൊണ്ടുവരികയാണ്. ഈ ഒരു ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഹൈറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വാക്ക് ത്രൂ ഒന്ന് നോക്കിയാൽ അതിൻ്റെ ക്യാമറ പൊസിഷൻ ഒന്ന് കാണാൻ പറ്റും. സോ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്, നമുക്ക് കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വന്നു, എഡിറ്റ് വാക്ക് ത്രൂ സെലക്ട് ചെയ്തു, ആക്റ്റീവ് ക്യാമറ സെലക്ട് ചെയ്തു. ആദ്യത്തെ ഫ്രെയിമിലേക്ക് വന്നു. ആദ്യത്തെ ഫ്രെയിമിലേക്ക് വന്നിട്ട് ആ ക്യാമറ എങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കാം. ക്യാമറ വേറെ എങ്ങോട്ടോ ആണ് ഇരിക്കുന്നത്. സോ നമുക്കതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എഡിറ്റ് വാക്ക് ത്രൂ ക്ലിക്ക് ചെയ്യാം, എഡിറ്റ് വാക്ക് ത്രൂ. നെക്സ്റ്റ് കീ ഫ്രെയിമിലേക്ക് വന്നാൽ അതിൻ്റെയും കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് കീ ഫ്രെയിമിലേക്ക് വന്നാൽ കുറച്ച് മാറിയിരിക്കുകയാണ്. നമുക്കതിനെ ഓക്കെ, ഞാനിങ്ങനെ കൊടുത്തു. ദെൻ നെക്സ്റ്റ് കീ ഫ്രെയിമിലേക്ക് ചെന്നാൽ ഓക്കെ, നമുക്കിപ്പം ഒരു ഇതായിട്ടുണ്ട്. സോ ഞാൻ പ്രീവിയസ് ഫ്രെയിമിലേക്ക് ചെല്ലാം. നമുക്ക് പ്ലേ കൊടുത്താൽ നമ്മുടെ സ്റ്റെപ്പ് കയറിയിട്ടുള്ള ആ ഒരു വ്യൂ അതുപോലെ വരുന്നുണ്ട്.
ഓക്കെ, ഇനി ഇത് ക്ലോസ് ചെയ്തു. ലെവൽ 1 ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മളത് കൊടുത്തിട്ടുണ്ടല്ലോ. സോ ദേ വർക്ക് ത്രൂ ഓപ്പൺ ചെയ്തു, സൺ ഓൺ ചെയ്തു, ഷെയ്ഡഡ് കൊടുത്തു. ഓക്കെ, എഡിറ്റ് വർക്ക് ത്രൂ പ്ലേ കൊടുത്തു നോക്കാം. ഓക്കെ, കുറച്ച് സ്ലോ ആണ്. സോ ഞാൻ ഇത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാം. 150 ഫ്രെയിം കൊടുക്കാം. യൂണിഫോം സ്പീഡ് തന്നെ എടുക്കട്ടെ, എല്ലാവർക്കും ഒരു സ്പീഡ്. പിന്നെ ഓക്കെ കൊടുത്തിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഇത് കുറച്ചുകൂടെ സ്പീഡായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് ത്രൂ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ഇത് എക്സ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്കിപ്പം ഏത് ഇതിലാണോ വേണ്ടത് ജസ്റ്റ് അങ്ങനാക്കുക. ദെൻ ഫയലിൽ ചെല്ലുക. അവിടുന്ന് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം താഴേക്ക് വന്നാൽ മതി. ഇമേജസ് ആൻഡ് ആനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വർക്ക് ത്രൂ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചോദിക്കും ആൾ ഫ്രെയിം, അതുപോലെ തന്നെ ഫ്രെയിം റേഞ്ച് ഇതൊക്കെ ചോദിക്കും. നമ്മൾ ഓൾ ഫ്രെയിം കൊടുക്കാം. നെക്സ്റ്റ് ഫോർമാറ്റാണ് ഷെയ്ഡഡ് വിത്ത് എഡ്ജസ് വൈഡ് ഫ്രെയിം, അത് നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വയർ ഫ്രെയിം അല്ല സോറി റിയലിസ്റ്റിക് കൊടുക്കുകയാണ്. അതുപോലെ ഡയമെൻഷൻസ് ചോദിക്കും. സൂം ടു വേണമെങ്കിൽ ചോദിക്കാം. ആക്ച്വൽ സൈസ് 45 കൊടുക്കാം. ദെൻ ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. എവിടെയാണോ സേവ് ചെയ്യേണ്ടത് നിങ്ങളിപ്പം എവിടെയെങ്കിലും കൊടുക്കുക. ദെൻ അതിനൊരു നെയിം കൊടുക്കുക. ദെൻ താഴെ ഫോർമാറ്റ് ഉണ്ട്. നിങ്ങൾക്കിപ്പം AVI ആണ് നോർമലി കിടക്കുന്നത്, അപ്പം വീഡിയോ ഫോർമാറ്റാണത്. സോ അത് തന്നെ സേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ സേവ് ആവാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, വീഡിയോ കംപ്രഷൻ ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറയുമ്പം നമ്മുടെ കംപ്രഷൻ അതിപ്പോൾ ഫുൾ ഫ്രെയിം കൊടുക്കാം. അൺകംപ്രസ്ഡ് ഞാൻ മെയിൻലി അതാണ് യൂസ് ചെയ്യുന്നത്. സോ അത് തന്നെ കൊടുക്കാം. ദെൻ ഓക്കെ കൊടുക്കാം. ഓക്കെ, അത് റെൻഡർ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. വലിയ കുഴപ്പമില്ല, എന്നാലും കുറച്ച് സ്പീഡ് കൂടിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആ ഫ്രെയിമിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ത്രൂ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിപ്പം നോർമൽ റെവിറ്റിലൊരു വർക്ക് ത്രൂ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇൻ കേസ് നിങ്ങളിപ്പം എൻസ്കേപ്പോ അതല്ലെങ്കിൽ ലൂമിയോണൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിലും അടിപൊളിയായിട്ട്, അതായത് നല്ല റിയലിസ്റ്റിക് ആയിട്ട് ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് റെൻഡർ ചെയ്തെടുക്കാനും, അതുപോലെ നിങ്ങളുടെ മൗസ് അല്ലെങ്കിൽ കീബോർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ ചലിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വർക്ക് ത്രൂ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് എൻസ്കേപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ലൂമിയോനെ കുറിച്ചും 3ds Maxനെ കുറിച്ചൊക്കെ പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.